അല്ല, അത് നമ്മുടെ ലേബർ കോൺക്ലേവുമായിട്ട് എന്താ ബന്ധം? ദിവസം കഴിഞ്ഞ് അല്ല, അത് ജനാധിപത്യപരമായി നടന്ന തിരഞ്ഞെടുപ്പാണല്ലോ. തിരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ജനവിധിയെ മാനിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനുണ്ടായിട്ടുള്ള ഒരു ചെറിയ പുറകോട്ടടിയുണ്ട്. വോട്ടിംഗ് ശതമാനമൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കും. മുമ്പും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഇത് പുതിയ കാര്യമല്ല. പരിശോധിച്ച് കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് വരും. അങ്ങനെ ഈ ഒരു ജനാധിപത്യപരമായ അധികാരത്തിൽ വന്ന ഒരു ഭരണസമിതിയെ അട്ടിമറിക്കാനും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിലിടപെടുന്നതിന് വേണ്ടിയൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയല്ലെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. അങ്ങനെയല്ല. ജയിച്ചെങ്കിൽ രാജേന്ദ്രൻ ഏറ്റവും നല്ല മേയർ, തോറ്റിരുന്നെങ്കിൽ രാജേന്ദ്രൻ ഏറ്റവും മോശപ്പെട്ട മേയർ, അങ്ങനെ ഒരു നിലവാരം ഒന്നുമില്ല. ആരാ അതിന് പാർട്ടിയുടെ അഭിപ്രായമല്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കോൺഗ്രസിൻ്റെ അഭിപ്രായം. ഇല്ല, ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. എന്ത് വീഴ്ചയുണ്ടായെന്ന് പറയണം. അല്ല, ഇത് ഒരു സീനിയർ പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നഗരഭരണത്തിലുണ്ടായ വീഴ്ച എന്താണെന്ന് പറയണം. നമുക്കൊരു അല്ല, സംവാദമല്ല, ഒരു അഭിപ്രായ പ്രകടനം അങ്ങോട്ട് ചെയ്ത് നടത്താം. ഏത് കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഞാനും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്ന ആളാണ്. ഞാൻ മേയറായിരുന്ന 5 വർഷക്കാലം നടന്ന വികസന പ്രവർത്തനത്തേക്കാൾ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള വിലയിരുത്തി നൽകിയിട്ടുള്ള സമ്മാനങ്ങൾ, കോംപ്ലിമെൻറ്റ്സ്, ഇൻ്റർനാഷണലായിട്ട് ലഭിച്ചിട്ടുള്ള ഓരോ വിഷയങ്ങൾക്കുമാണ് അവരെല്ലാം ഇതെല്ലാം പരിഗണിക്കപ്പെടുന്നത്? ഇങ്ങനെ കണ്ണുടച്ചുകൊണ്ട് ആണോ പരിഗണിക്കപ്പെടുന്നത്? അതൊന്നും ഇവരെ കോർപ്പറേഷൻ്റെ ഭരണം കൊണ്ട് മാത്രമൊന്നുമല്ല. ഒക്കെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതൊന്നും ഞങ്ങൾ ഇതുവരെയും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അത് വിലയിരുത്തിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. 101 സ്ഥാനാർത്ഥികളും ഏറ്റവും യോഗ്യതയുള്ള സ്ഥാനാർത്ഥികളെ തന്നെ നടത്തിയത്. ചിലപ്പോൾ യോഗ്യതയുള്ളവരും തോക്കും, യോഗ്യത ഇല്ലാത്തവരും ജയിക്കുകയും ചെയ്യും. ഒരു റിബലൊക്കെ 101 സ്ഥാനാർത്ഥികൾ നടത്തും. ഒരു റിബൽ പറഞ്ഞ വലിയ കാര്യമല്ലോ അവിടെ. അതൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. ഇപ്പോൾ ആരെണ്ണം മത്സരിച്ചാലും 10-250 വോട്ടൊക്കെ കിട്ടും. എനിക്കറിയില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ആവശ്യമില്ലാത്ത PM ശ്രീയും മറ്റും വെറുതെ ഒരു കാര്യമില്ല. ഇപ്പം എല്ലാവർക്കും ഒരു അഭിപ്രായ പ്രകടനം PM ശ്രീ ആണ്. രമേശിനെ അല്ലാതെ പിന്നെ എന്താണ് പറയാനുള്ളത്? ഒരു തിരിച്ചടിയല്ല. ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. ആ വിലയിരുത്തൽ യോഗം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി വയ്ക്കും. ആ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തവർ ഇതിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കും. അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി ഒരു തീരുമാനം എടുത്തിട്ട് ശേഷമേ ഞങ്ങൾക്ക് ഇതിലെന്തെല്ലാം കുറവുകളുണ്ട്, ആര് കയറിയാണ് കുഴപ്പം, ആര് കയറാത്തതാണ് കുഴപ്പമെന്ന് സംബന്ധിച്ചോളം പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല.